തീർച്ചയായിട്ടും ഭിന്നിപ്പുണ്ട്. ഭിന്നിപ്പ് രണ്ട് തലത്തിലാണ് എന്നതാണ് എൻ്റെ നിലപാട്. ഒന്ന് രാഷ്ട്രീയമായും മറ്റൊന്ന് ആശയപരമായും. രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 1989 കാന്തപുരം വിഭാഗം, AP വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടതുപക്ഷവുമായിട്ട് ഏറെക്കുറെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ EK വിഭാഗത്തെ ഒപ്പം നിർത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ലീഗ് കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും രൂപപ്പെടാത്ത ഒരു ബുദ്ധിമുട്ട് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ EK വിഭാഗത്തിൻ്റെ സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്കൊരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രം. സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ. അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അപ്പോൾ സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു. സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയേക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് 1989 ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത്. ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ. ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിയാർ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം, ആ വിഷയം വരുന്ന സമയത്ത് ലീഗിൻ്റെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ അവിടെ പോയി അല്ലേ. അതിനുശേഷം വഖഫിന്റെ വിഷയം വരുന്ന സമയത്ത് PSCക്ക് വിട്ടിരിക്കുന്ന ഒരു തീരുമാനം ലീഗ് ശക്തമായ എതിർപ്പ് ഉയർത്തുമ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് സുന്നി വിഭാഗങ്ങളുടെയും EK AP വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ അത് പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ അതും ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, സമസ്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. സിവിൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകണമോ എന്ന ചോദ്യത്തിന് ലീഗിന്റെ അഭിപ്രായത്തെ മാനിക്കാതെ സമസ്ത പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ ലീഗിന്റെ അഭിപ്രായത്തിനും അപ്പുറം സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സമസ്ത മാറുന്നു എന്നുള്ളത് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇനി ആശയപരമായ ഭിന്നിപ്പ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചതുപോലെ മുജാഹിദ് വിഭാഗം ഒരു ഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ഒരു ആശയവുമായിട്ട് ഈ സലഫി മുജാഹിദ് വിഭാഗവും മറുഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങളും ഈ ലീഗുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയ ഒരു സംശയം സമസ്തയ്ക്കുള്ളിൽ ഒരു വിഭാഗത്തിന് രൂപപ്പെട്ട് വരുന്നുണ്ട്. കാരണം സമസ്തയ്ക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ പറ്റാത്ത രണ്ട് ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദിയൻ ആശയവും മറുഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സലഫി മുജാഹിദ് ആശയങ്ങളും. മുജാഹിദിനുകളെ ആ അർത്ഥത്തിൽ ആശയപരമായി അംഗീകരിക്കുന്നതിൽ താത്വികമായി ബുദ്ധിമുട്ടുള്ള സമസ്തയെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് സാമുദായികമായി ദഹിക്കുക എന്നുള്ളത്. അതിനേക്കാൾ വിയോജിപ്പുള്ള ഈ മൗദൂദിസ്റ്റുകളുമായിട്ട് ജമാഅത്തുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് പോകാൻ അവർ കണക്കാക്കുന്നത് സമസ്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അന്ധവിശ്വാസികളാണ് എന്നാണ്, യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളല്ല എന്നാണ്. ഖബറുമായി ബന്ധപ്പെട്ട ബഹുദൈവാരാധനകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ്. അങ്ങനെ വ്യത്യസ്ത ആശയധാരകളിൽ മൗദൂദിസ്റ്റുകളും ഈ പറയുന്ന സമസ്തയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അവിടെയാണ് ലീഗ് ജമാഅത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു, അതേപോലെ മുജാഹിദുകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൊയിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ കൊയിലേഷനോട് യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ട്. അത് സമസ്ത പ്രകടിപ്പിക്കുകയും ചെയ്യും. ഭിന്നിപ്പ് മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല, ഇതൊരു അസാധാരണമായ ഭിന്നിപ്പുമാണ്. ഈ ഭിന്നിപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ആ സമുദായത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ കാണുന്നത് പോലെ സമസ്ത ഭിന്നിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്നത്? ഒരു പക്ഷത്ത് ലീഗ് അനുകൂലികൾ ഉണ്ടായിരിക്കുന്നു, മറുവശത്ത് ലീഗിനെതിരായിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരിക്കുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആഴമുള്ളൊരു ആശയ പ്രതിസന്ധി ആ സമുദായത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ചില പ്രതികരണങ്ങളും ചില പ്രതിഫലനങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അഥവാ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന ഭിന്നിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, 2022 വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ആദ്യം അതൊരു ഓർഡിനൻസായി കൊണ്ടുവന്നു, പിന്നെ ഒരു ബില്ലായി കൊണ്ടുവന്നു. അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അതിനെ ശക്തമായി എതിർത്തു. പിണറായി അതിനെയൊക്കെ ഖണ്ഡിച്ചു. ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ ബില്ല് പിൻവലിച്ചു. ആ ബില്ല് എങ്ങനെയാണ് പിൻവലിച്ചത്? വിവിധ മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ ബില്ല് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അക്കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം എന്താണ്? സമസ്തയുമായിട്ട് പിണറായി വിജയൻ വളരെ ഒരു അടുപ്പം സ്ഥാപിക്കുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബില്ല് പിൻവലിക്കുകയും
ചെയ്തു എന്നാണ്. സാധാരണഗതിയിൽ എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ്, ഒരു രാഷ്ട്രീയ മുഖമാണ്. അതേസമയം സമസ്ത എന്ന് പറയുന്നത് അവരുടെ ഒരു ആത്മീയ സ്ഥാപനമാണ്, ആത്മീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് ഫംഗ്ഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും സമസ്ത നേരിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ആ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവസരങ്ങളിലും അതിന്റെ മീഡിയേഷൻ എന്ന് പറയുന്നത് ലീഗായിരുന്നു. ലീഗ് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ നടക്കുകയും ചെയ്തത്. ആദ്യമായി ലീഗിന്റെ ആ ഒരു റെലവൻസ് അങ്ങ് പോവുകയാണ്. റെലവൻസ് പോകുന്നു എന്ന് മാത്രമല്ല, അത് ലീഗിന് വലിയ തിരിച്ചടിയാണ്. നേരിട്ട് സംസ്ഥാന നേതൃത്വം സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ലീഗിന് അതിന്റെ ഒരു പ്രസക്തി, അതിന്റെ ഒരു മീഡിയേഷൻ പ്രസക്തി ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. സമസ്ത നേരിട്ട് കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ പിന്തുണ അത് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് സമസ്തയാണ്. അപ്പോൾ ആ സമസ്ത നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലീഗിനൊരു ക്ഷീണമാണ്. ആ അർത്ഥത്തിലാണ് ആദ്യമായ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ ശക്തമായി തുടങ്ങുന്നത്, പ്രത്യക്ഷമായി തുടങ്ങുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പതിറ്റാണ്ട് മുമ്പ് സമസ്ത അതിന്റെ ഒരു മുഖപത്രം ഇറക്കി, അല്ലേ? സുപ്രഭാതം 10 വർഷമായല്ലോ. സുപ്രഭാതം 10 വർഷം മുമ്പ് എന്തിനാണ് സമസ്ത ആരംഭിച്ചത്? സമസ്തയ്ക്ക് ഈ പത്രത്തിന്റെ ആവശ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ലീഗിന് പത്രമുണ്ടല്ലോ. ചന്ദ്രിക എന്ന് പറഞ്ഞ പത്രമുണ്ടായിരുന്ന സമയത്താണ് സമസ്ത ഈ പറയുന്ന ലീഗിന്റെ പോഷക സംഘടന എന്ന സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു മുഖപത്രം ഇറക്കുന്നത്. അതിന് സമസ്തയെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ചന്ദ്രിക റെപ്രസെന്റ് ചെയ്യുന്ന അപ്പുറത്താണ് സമസ്തയുടെ ചില ആശയങ്ങളെന്നും ആ ആശയങ്ങൾ അവരുടെ സമുദായത്തിനുള്ളിൽ പ്രചരിപ്പിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു മുഖപത്രം വേണമെന്നും തീരുമാനിച്ചു. അപ്പോൾ ആ ആശയവൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ ആശയവൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്ന മുജാഹിദീൻ ജമാഅത്ത് വിഭാഗങ്ങളുടെ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം വരുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്നലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പ്. ആ വാർത്താക്കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നിർണായകമായൊരു തീരുമാനം സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? CIC-യുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ്. അല്ലേ? CIC എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ് പറയുന്നത്. ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഈ മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? മതം പഠിപ്പിക്കും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടാം. പക്ഷെ ആ പഠിപ്പിക്കുന്ന മതം എന്ന് പറയുന്നത് മുജാഹിദീൻ ആശയങ്ങളാണ് എന്നൊരു ഭിന്നിപ്പ് രൂപപ്പെട്ടു. ഈ CIC-യുടെ നേതൃത്വത്തിൽ ആരാവുള്ളതെന്ന് അറിയാം? CIC-യുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, അതായത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ. അതിനകത്ത് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും. ഇവർ രണ്ടും സമസ്തയുടെ പ്രതിനിധികളാണ്. ഇവരുടെയൊക്കെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന CIC ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ, ആശയപരമായ വിയോജിപ്പുകൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും ഈ ഉപദേശക സമിതിയിൽ ഉന്നയിച്ചു. ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ CIC-യുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിന്റെ ജനറൽ സെക്രട്ടറിയെ മാറ്റി. പിന്നീട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അതിന്റെ അധ്യക്ഷനായി തുടരുകയും ചെയ്തു. എന്നാൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതോടുകൂടി ഇവരെന്ത് ചെയ്തു? ഇവർ രാജിവെച്ച് തിരിച്ചുപോയി. എന്താ വിയോജിപ്പ് എന്ന് പറയുന്നത്? മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു. എന്നാൽ അവർ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരണത്തിനായി പോയപ്പോൾ ഈ തദ്ദേശീയ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്തുകളും ഒക്കെ. അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്ന ഒരു വാദമാണ്. അതേസമയം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറയുന്നത്. നബിദിന ആഘോഷത്തെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, അതുപോലെ ദർഗകളെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. എന്നുവെച്ചാൽ കഠിനമായ പുനരുത്ഥാനവാദം, മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. ആ ആശയങ്ങളിലേക്ക് ലീഗ് പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സമസ്തയും ലീഗുമായിട്ടുള്ള വിയോജിപ്പിന്റെ പ്രശ്നം. ഇപ്പം സാദിഖ് അലി തങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നറിയാവോ? മുജാഹിദീനുകളെ ഒപ്പം നിർത്തുക, ജമാഅത്തിനെ ഒപ്പം നിർത്തുക, അത്തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് തങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് സാദിഖ് അലി തങ്ങൾ ശ്രമിക്കുന്നത്. അവിടെയാണ് സമസ്തയുടെ വിയോജിപ്പ് വരുന്നത്. എന്താണ് സമസ്തയിലെ ഭിന്നിപ്പ്? കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗത്തിന്റെ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്ത എങ്ങനെ ലീഗ് വിരുദ്ധരുടെയും ലീഗ് അനുകൂലികളുടെയും ചേരിയായി മാറി? സമസ്തയിലെ ഇപ്പോഴത്തെ ചേരിതിരിവിന് ഏത് രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കുവഹിച്ചു? സമസ്തയുടെ പണ്ഡിത സഭാ യോഗമായ മുഷാവറയിൽ നിന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതിലേക്ക് ഈ ഭിന്നത എങ്ങനെ വളർന്നു വന്നു? പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പോലെ സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ ലീഗ് വിരുദ്ധർ, അതല്ലെങ്കിൽ ലീഗ് അനുകൂലികൾ CPM പക്ഷപാതികൾ എന്ന തരത്തിലുള്ള ചേരിതിരിവാണോ ഉള്ളത്? അതോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആശയപരമായ എതിർപ്പിന്റെ മൂർധന്യാവസ്ഥയാണോ ഇപ്പോൾ? യഥാർത്ഥത്തിൽ ആശയപരമായ തർക്കമാണ് സമസ്തയിലെ ചേരിതിരിവിന് പിന്നിൽ. അതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വലുതുമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ് ലീഗെങ്കിൽ
സുന്നി മുസ്ലിങ്ങളുടെ ആത്മീയ മുഖമാണ് സമസ്ത. സമസ്തയിലെ സംഘടനാപരമായ തർക്കം കാരണം AP, EK വിഭാഗങ്ങളായി പിരിഞ്ഞെങ്കിലും EK വിഭാഗം സമസ്ത ലീഗിനൊപ്പമാണ്. മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ലെങ്കിലും ലീഗിന് മലബാറിൽ സ്വാധീനമുണ്ടാക്കാൻ സമസ്തയുടെ പിന്തുണ എല്ലാ കാലത്തും അനിവാര്യമായിരുന്നു. ആ സമസ്ത ഇപ്പോൾ നേരിടുന്നത് ഒരു സ്വത്വ പ്രശ്നമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇപ്പോൾ അത് മൂർച്ഛിച്ചു എന്നതാണ്. സമസ്തയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണിത്. ഇത് കണ്ടറിഞ്ഞ് സമസ്ത എന്ന മതസംഘടന സ്വന്തം ആശയപ്രചാരണത്തിന് മറ്റു വഴികൾ അത് ലീഗിൽ നിന്ന് വേറിട്ട് ഇതിനു മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഖപത്രമായ സുപ്രഭാതം പത്രം. ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക സമസ്തയുടെ ആശയങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്ന നിരീക്ഷണത്തിലാണ് സ്വന്തം പത്രത്തിന്റെ തുടക്കം. സുന്നികളെ മാത്രമല്ല മുജാഹിദുകളെയും ജമാഅത്തുകളെയും ഉൾപ്പെടുത്തി വിശാലമായ മുസ്ലിം പ്ലാറ്റ്ഫോമിലേക്ക് ലീഗ് പോകാൻ തുടങ്ങിയത് മുതൽ സമസ്തയുടെ എതിർപ്പ് തുടങ്ങിയതാണ്. അത് വളർന്ന് ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന ചേരിയായി എന്ന് മാത്രം. ലീഗിലെ മുജാഹിദ് നേതാക്കളുടെ വിമർശനത്തിനും സമസ്ത നേതൃത്വം വിധേയരായിട്ടുണ്ട്. ലീഗിന് കീഴിലാക്കി സമസ്തയെ മാറ്റാനുള്ള നീക്കം നടക്കുന്നതായി സ്വാഭാവികമായും സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു. ജമാഅത്ത് മുജാഹിദ് ആശയങ്ങളെ എതിർക്കാത്ത സമസ്തയിലെ വിഭാഗത്തെ ലീഗ് അനുകൂലികൾ എന്നും ആശയപരമായി എതിർപക്ഷം വേർതിരിച്ചു. വിശ്വാസപരമായി ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സമസ്തയ്ക്ക് കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സ്വാധീനം ലീഗിന്റെ മതേതര നിലപാടിന് വിരുദ്ധമാണെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധർ നിലപാടെടുക്കുകയാണ്. എന്നാൽ സുന്നികളെ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ മറ്റു വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് ലീഗിന്റെ അജണ്ട. അത് വളർന്ന് ജമാഅത്ത് മുജാഹിദ് സ്വാധീനം ലീഗിനെ കീഴ്പ്പെടുത്തുന്നതായാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗത്തിന്റെ ആശങ്ക.